ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊരു മറക്കല്ലേ. അങ്ങനെ അനാമിക അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അനാമികയുടെ കളികളൊക്കെ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവരെയും ഭരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അനാമിക അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം നയന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ നയന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും അനാമികയും ജലജയും ജാനകിയും ഒക്കെ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പം അവർ പറയുന്നുണ്ട്, ഇതെന്ത് ഭക്ഷണമാണ് എന്ന് പറയാണ്. അനാമിക അത് കഴിച്ചിട്ട് മനഃപൂർവ്വം ഓക്കാനിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതെന്ത് ഭക്ഷണമാണ്, ഇതെങ്ങനെ കഴിക്കും, ഇതൊക്കെയാണോ നിങ്ങൾ ഇത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഈ ഭക്ഷണമാണ് ഞാനിവിടെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്, എല്ലാവരും കഴിക്കാറുമുണ്ട്, ഇപ്പോൾ ഇതെങ്ങനെ മോശമായിപ്പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഓഹോ ഇതുപോലത്തെ ഫുഡൊന്നും അല്ല ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കാറ്, എന്ത് ടേസ്റ്റുള്ള ഫുഡാണ്, ഇതെങ്ങനെ കഴിക്കുന്നു ചെറിയമ്മേ എന്നൊക്കെ ചോദിക്കുക ജലജയോട്. അപ്പോൾ ജലജയും പറയാണ്, ഞങ്ങളുടെ ഗതികേട് കൊണ്ട് കഴിക്കുന്നു, പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഭയങ്കര താല്പര്യമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, നിങ്ങൾക്ക് ഈ ഭക്ഷണം വേണ്ടെങ്കിൽ കഴിക്കേണ്ട, ഒരു കാര്യം ചെയ്യുക, നാളെ മുതൽ നയനമോള് ഓഫീസിൽ പോട്ടെ, നിങ്ങളിവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്തോ, നിങ്ങൾക്ക് വേണ്ട ഫുഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കാമല്ലോ, ഏതായാലും നിങ്ങൾ 2-3 പെണ്ണുങ്ങളുണ്ടല്ലോ, അപ്പോൾ ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോൾ അനാമിക എടുത്തു ചാടി പറയണം, അതിനെന്താ, ഫുഡ് ഉണ്ടാക്കണം, നല്ല ഫുഡ് ഉണ്ടാക്കാമല്ലേ അമ്മേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജാനകിയോട്. അപ്പോൾ ജാനകിയും ജലജയൊക്കെ പറയാണ്, അതെ ഞങ്ങൾക്കും അറിയാം നല്ല ഫുഡ് ഉണ്ടാക്കാൻ, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം നാളെ മുതൽ, ഇവളുടെ ആഹാരമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നിങ്ങനെ അനാമികയുടെ ബലത്തിൽ ജലജയൊക്കെ അങ്ങ് എടുത്ത് ചാടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയി കഴിയുമ്പോഴേക്കും ദേവയാനി വരുവാണ്. ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ്, ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊന്നും ആയിട്ടില്ല. അപ്പോഴേക്കും ദേവയാനി വന്നിട്ട് അനാമികയോട് പറയാണ്, അനാമിക ചെന്ന് അടുക്കളയിൽ പോയി എന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുക, എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കും, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം അനാമിക പറയുന്നുണ്ട്, ഞാനോ, അനാമിക തന്നെ എന്ന് പറയുമ്പോൾ പറയാണ്, എനിക്കെങ്ങും അറിയില്ല ഫുഡൊന്നും ഉണ്ടാക്കാൻ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, ഇന്നലെ നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കിക്കോളാം, നയനയോട് ഇന്ന് ഉണ്ടാക്കണ്ടെന്ന്, ഇല്ലെങ്കിൽ അവളിപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചേച്ച് പോയേനെ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പം ലഞ്ചിനുള്ളത് നിങ്ങൾ ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത് നാളെ മുതൽ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന്, അല്ലേ ജലജ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ ഇങ്ങനെ നിന്ന് പരുങ്ങുക. അന്നേരം ദേവയാനി പറയാം, അനാമികയല്ലേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്, ഉണ്ടാക്ക്. അപ്പോൾ അനാമിക പറയാണ്, എനിക്കതൊന്നും അറിയില്ല, ഞാൻ വലിയ പണമുള്ള വീട്ടിലെ അന്തസ്സും അഭിജാതിയുള്ള കുടുംബത്തിലെ പെൺകുട്ടിയാണ്, ഞാൻ അവിടെ ഇങ്ങനെ അടുക്കളയിൽ കയറി പാചകമൊന്നും ചെയ്യാറില്ല, ഞങ്ങൾക്ക് അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ആയതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാണ്, എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ, ഞങ്ങളും ഒക്കെ നല്ല അന്തസ്സും അഭിജാതിയും പണമൊക്കെ ഉള്ള കുടുംബത്തിലെയാണ്, പക്ഷേ നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും, ഇവിടെ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാണ്. ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അനാമിക പറയുന്നത്. അപ്പോഴേക്കും അനാമിക പറയാണ്, എനിക്ക് വയ്യ അടുക്കളയിലൊന്നും കയറാൻ, ഇവിടെ ജോലിക്കാരില്ലേ, മീനാക്ഷി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. മീനാക്ഷി ഉണ്ട്, മീനാക്ഷി ഇടയ്ക്കൊക്കെയല്ലേ വരുള്ളൂ, ഇപ്പോൾ നയന വന്നേ പിന്നെ മീനാക്ഷി വല്ലപ്പോഴേ വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആരും ഇല്ലല്ലോ ഇന്നിപ്പോൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ജലജയും ജാനകിയൊക്കെ പറയാണ്, ഇനിയിപ്പം നമ്മൾ അടുക്കള കയറണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാം, ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, ഞങ്ങൾക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയാണ്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് നയനമോൾ ഉണ്ടാക്കി തന്ന ഫുഡ് കൊള്ളില്ല, അതുകൊണ്ട് നാളെ തൊട്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെയും ദേവയാനി പറയുകയാണ് കേട്ടോ അനാമികയോട്. അപ്പോൾ അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അനാമിക ദേവയാനിയോട് എടുത്തടിച്ച പോലെ പറയാണ്, വല്യമ്മ ഇതിലൊന്നും ഇടപെടാനായിട്ട് വരണ്ട എന്ന് പറയാണ് കേട്ടോ. വല്യമ്മയുടെ മരുമോളെ നിലയ്ക്ക് നിർത്തിയാൽ മതി, എന്നെ നിലയ്ക്ക് നിർത്താൻ വരണ്ട, നയനേച്ചിയെ ഭരിച്ചുകൊണ്ട് ചെല്ലുന്ന പോലെ എന്നെ ഭരിക്കാൻ വരണ്ട, നയനേച്ചി ഇവിടുത്തെ വീട്ടുവേലക്കാരിയെ പോലെ എല്ലാ പണികളും ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ചെയ്യിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്നെ അതിനൊന്നും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് ദേവയാനിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് കേട്ടോ അനാമിക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ഓഹോ അങ്ങനെയാണോ ഇപ്പോൾ കാര്യങ്ങൾ, അപ്പം ഇപ്പോൾ വന്നവർക്കാർക്കും ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ, അപ്പം നിനക്ക് ഇവിടെ അടുക്കളയിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ മരുമകൾ തന്നെ വെച്ചുണ്ടാക്കി തരുന്നത് തന്നെ നിനക്ക് കഴിക്കണം അല്ലേ എന്ന് ദേവയാനി ചോദിക്കുകയാണ്. ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. ഓ അപ്പം അത് നേരാണ്, ഞാനാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ, അതുകൊണ്ട് എൻ്റെ കയ്യിലാണ് വീടിൻ്റെ താക്കോൽ ഇരിക്കുന്നത്, ഇത് മൂത്ത മരുമകൾക്ക് സാധാരണ ഇവിടെ അവകാശം, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി പോയി ഭക്ഷണം, അല്ലാതെ
ഞാൻ പറയുന്നതിന് എതിര് പറഞ്ഞ് വരാറൊന്നും ആയിട്ടില്ല അനാമിക. അനാമിക ഇപ്പോൾ ഇന്നലെ ഇങ്ങ് കയറി വന്നതേ ഉള്ളൂ. എന്നോട് മറ്റുള്ള 2 മരുമക്കളും എതിര് പറയില്ല. പിന്നെ അനാമിക അത് പറഞ്ഞുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ദേഷ്യപ്പെട്ട് പറയാണ് ദേവയാനി. എന്നിട്ട് അങ്ങ് പോവാണ്. ഗതികെട്ട് ഇനി എന്തേലും ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ജലജയും ജാനകിയും അനാമികയും കൂടെ അടുക്കളയിൽ പോയില്ല എന്തൊക്കെയോ ചെയ്യാണ്. അപ്പോൾ അനാമിക പറയാണ്, എന്തിനാ ചെറിയമ്മ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ജലജയോട് ചോദിക്കുകയാണ്. എല്ലാവരും ഒരുപോലല്ലേ, പിന്നെ എന്തിനാ വല്യമ്മ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഉടനെ ജാനകി പറയണം, അത് ഇവിടുത്തെ പഴക്കം അങ്ങനെയാണ്. പണ്ട് കാലം തൊട്ടേ മൂത്ത മരുമകൾക്ക് ഇവിടെ സ്ഥാനം. അതുകൊണ്ട് ഇടത്തേക്കായി പോയി സ്ഥാനം. ഞങ്ങൾക്കിപ്പോൾ മറുത്തൊന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ എങ്കിൽ സഹിക്കുകയെ നിവർത്തിയുള്ളൂ എന്നും പറഞ്ഞിട്ടൊക്കെ ഓരോന്നൊക്കെ നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ആ നയനയ്ക്കേ അറിയുള്ളൂ. അവളല്ലേ എപ്പോഴും ഇതെടുത്ത് പെരുമാറുന്നത്. അയ്യോ, ഉപ്പും മുളകും അങ്ങനൊന്നും ഇല്ലല്ലോ, എല്ലാം തീർന്നു പോയല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ വാങ്ങണമെങ്കിൽ മൂത്ത മരുമകളുടെ അനുവാദം വാങ്ങണം. ഇതൊക്കെയാണ് നമുക്ക് യാതൊരു സ്ഥാനവും ഇവിടെ ഇല്ല. ഇതാ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയുമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ദേവയാനി കേട്ടിട്ട് വരുന്നുണ്ട്. ദേവയാനിയുടെ മുമ്പിൽ വന്നിട്ട് പറയണം, ഇനി ഞങ്ങൾ കിടന്ന് സാധനം മേടിക്കണമെങ്കിലും കാല് പിടിക്കണമായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. ദേവയാനി പറയുന്നുണ്ട്, അത് നേരാണ്, ഞാനാണല്ലോ ഇവിടുത്തെ മൂത്ത മരുമകൾ. ഇനിയിപ്പോൾ ആ സ്ഥാനം ഒഴിയാറായി, മറ്റു മരുമക്കളൊക്കെ വന്നല്ലോ. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലെ താക്കോല് കൈമാറേണ്ട സമയം കഴിഞ്ഞു. അത് നേരത്തെ തന്നെ കൈമാറേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ആ താക്കോല് ഇന്ന് വൈകുന്നേരം എല്ലാവരും തിരിച്ചെത്തട്ടെ ജോലി കഴിഞ്ഞ്. അപ്പം അതങ്ങ് കൈമാറിയേക്കാം. അപ്പോൾ എൻ്റെ അവകാശവും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും ഒക്കെ അങ്ങ് തീരുവല്ലോ എന്ന് പറയുക. അപ്പോൾ അനാമികയ്ക്ക് സന്തോഷമാവുകയാണ്. അനാമികയ്ക്ക് താക്കോല് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. അനാമികയാണല്ലോ പുതിയ മരുമകൾ. അപ്പോഴേക്കും വൈകിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വരികയാണ്. വരുമ്പോഴേക്കും നയനയും എല്ലാവരും ഉണ്ട്. എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ നിൽക്കുമ്പം ദേവയാനി പറയാണ്, എല്ലാവരും വന്ന് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാനാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ. ഈ വീട്ടിലെ താക്കോലിപ്പോൾ എൻ്റെ കയ്യിലാണുള്ളത്. ഇതിനി എൻ്റെ മൂത്ത മരുമകൾക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആർക്കായിരിക്കും അനാമിക ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അത് ഉടനെ തന്നെ പറയുകയാണ്, നയനയുടെ നേരെ നീട്ടുകയാണ് കേട്ടോ. നയനയുടെ നേരെ നീട്ടിയിട്ട് നയനയുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ അമ്മയെ എന്നൊക്കെ ഇങ്ങനെ നയനി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനാമികയ്ക്ക് ഇങ്ങ് ദേഷ്യം വരികയാണ്. ഉടനെ തന്നെ ജാനകി പറയാണ്, അവളുടെ കയ്യിലാണോ കൊടുക്കുന്നത്? നേരായ രീതിയിൽ വിവാഹം കഴിച്ചു വന്ന മരുമകൾ എൻ്റെ മരുമകളാണ്, അനാമികയാണ്. അന്തസ്സും അഭിജാതിയുള്ള കുടുംബത്തിൽ നിന്ന് നേരായ രീതിയിൽ മുഖം മറയ്ക്കാതെ കയറി വന്ന അനാമികയ്ക്കല്ലേ അത് കൊടുക്കേണ്ടത്? മുഖം മറച്ച് കയറി വന്ന ഇവൾക്കാണോ അത് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആർക്കാണ് അത് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ കയ്യിലാണ് അവകാശം ഇരിക്കുന്നത്. ഇവിടെ കയറി വന്ന ആദ്യത്തെ മരുമകൾ എന്തായാലും നയന തന്നെയാണ്. അതുകൊണ്ട് ഈ താക്കോലിന് അവകാശി നയന തന്നെയാണെന്ന് പറയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ജലജയൻ പറയുന്നുണ്ട്, ഏടത്തി എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ കാണിക്കേണ്ടതെന്നൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ടറിയാം. എല്ലാവരെയും ഞാൻ ശരിക്കും മനസ്സിലാക്കി വരികയാണ്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കാണിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ജാനകിക്കും അതുപോലെ ജലജയ്ക്കും അനാമികയ്ക്കും കിട്ടുന്ന ഒരു കനത്ത അടി തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്